സരസ്വതി നമസ്തുഭ്യം. സരസ്വതി നമസ്തുഭ്യം brought to you in association with Hotel Chitra, pure vegetarian, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം പൂജപ്പുരയിലെ സരസ്വതി മണ്ഡപത്തിൽ സാംസ്കാരിക കലാപരിപാടികൾ പുരോഗമിക്കുന്നു. വിവരങ്ങളുമായി MS വീണ ചേരുന്നു. വീണ, കൂടുതൽ വിവരങ്ങൾ. വിനോദ, തീർത്തും നവരാത്രി മഹോത്സവത്തിൻ്റെ 2ാം ദിവസമാണിന്ന്. ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾക്കാണ് പൂജപ്പുര സരസ്വതി മണ്ഡപവും ക്ഷേത്ര പരിസരവും സാക്ഷ്യം വഹിക്കുന്നത്. നിരവധി ഭക്തരാണ് ഈ ഒരു 2ാം ദിവസവും ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ദേവിയെ കണ്ടു തൊഴുത് അനുഗ്രഹം തേടാനായി എത്തുന്ന നിരവധി പേരുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു നവരാത്രി കാലം പുണ്യമാക്കുവാനുള്ള ആ ഒരു ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾക്കാണ് തലസ്ഥാന നഗരിയും സാക്ഷ്യം വഹിക്കുന്നത്. നിരവധി പേരുണ്ട്, കുട്ടികളടക്കമുള്ളവരുണ്ട്, മുതിർന്ന സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അതുമാത്രമല്ല, ഈ നവരാത്രി മഹോത്സവ കാലത്ത് നിരവധി കലാപരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. എപ്പോഴും തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നവരാത്രി മഹോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ കാണുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഇവിടെ, അതായത് സരസ്വതി മണ്ഡപം. ആ സരസ്വതി മണ്ഡപത്തിൽ എത്തുന്നവരുണ്ട്, വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്, ദേവിയുടെ അനുഗ്രഹം തേടുന്നുണ്ട്. ഇന്ന് ദുർഗാദേവിക്ക് ബ്രഹ്മചാരിണി ഭാവമാണുള്ളത്. ആ ദിവസത്തെ പൂജകളും ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരുണ്ട്, ദർശനം നടത്തുന്നവരുണ്ട്, ദർശനത്തിനായി കാത്തു നിൽക്കുന്നവരുണ്ട്. നിരനിരയായി ദേവിയുടെ അടുത്തേക്ക്, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴുവാനായി അകത്ത് പോകുന്നവരുണ്ട്. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്ന മന്ത്രമുഖരിതമാണ് ക്ഷേത്ര പരിസരം. തീർത്തും ഒരു ഭക്തിസാന്ദ്രമായ ശാന്തമായൊരു അന്തരീക്ഷത്തിനാണ് ക്ഷേത്ര പരിസരം സാക്ഷ്യം വഹിക്കുന്നത്. മാത്രമല്ല, എപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ ഒരു നവരാത്രി കാലത്ത് സരസ്വതി മണ്ഡപത്തിൽ നടക്കുന്ന സംഗീത പരിപാടികൾ. ആ സംഗീത പരിപാടികൾ ആസ്വദിക്കാൻ എത്തുന്നവരുണ്ട്. ഒപ്പം തന്നെ കുരുന്നുകളുണ്ട്. ഇത് മാത്രമല്ല, തലസ്ഥാനത്തെ ഏറ്റവും ആകർഷണമാക്കുന്നത് ഇവിടുത്തെ അലങ്കാരങ്ങളാണ്. അതായത് വർണ്ണമനോഹരമായ ദീപാലങ്കാരങ്ങൾ, അത് കാണാനെത്തുന്നവരുണ്ട്. ഇവിടെ മനസ്സും ശരീരവും ഒക്കെ ഈ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മുഴുകി നിൽക്കുന്നവരുണ്ട്. ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. 2ാം ദിവസമേ ആയിട്ടുള്ളൂ. 11 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇത്തവണത്തെ ഇവിടുത്തെ ഉത്സവം. കഴിഞ്ഞ വർഷം 10 ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് എത്തിയത്. ഇത്തവണയും അതിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2ാം ദിവസത്തെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ നിരവധി പേരുണ്ട്. ക്ഷേത്ര പരിസരത്ത് നിന്ന് ദർശനം കഴിഞ്ഞ് പല ഭാഗങ്ങളിലായി നിൽക്കുന്നവരുണ്ട്. സരസ്വതി മണ്ഡപത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിൽക്കുന്നവരുണ്ട്. കുരുന്നുകളടക്കം ഓടി നടക്കുന്നുണ്ട് ഇവിടെ. ഈ മനോഹരമായ കാഴ്ചകൾക്കൊപ്പം തന്നെ ഈ ഒരു മനോഹരമായ നിമിഷങ്ങൾ ആസ്വദിക്കുന്നവരാണ് ഓരോരുത്തരും. സംഗീതം ആസ്വദിക്കുന്നവരുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ കൂടിയുണ്ട്, ഒപ്പം ചേരുകയാണ്. ഇത്തവണത്തെ നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ക്ഷേത്ര ഭാരവാഹികളോട്, ഇതുമായി ബന്ധപ്പെട്ട സംഘാടകരോട് തന്നെ ചോദിച്ചറിയാം. വിനോദ്, ഇത്തവണത്തെ ഒരു പ്രത്യേകതകളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് 2025 നവരാത്രി ഉത്സവം കാരണം കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഉത്സവമായിട്ടാണ് ജനകീയ സമിതി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെയാണ് നമ്മൾ ഉത്സവം തുടങ്ങിയത്. ഇക്കുറി 11 ദിവസം ഉത്സവമുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ജനകീയ സമിതിയുടെ ഒരു വിജയം തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മളെ വ്യത്യസ്ത ആംഗിളിലുള്ള ആൾക്കാർ ഒരുമിച്ച് നിന്ന് ദേവിയുടെ നടയിൽ ചെയ്യുന്ന ലോകത്തിന് തന്നെ മാതൃകയാക്കുന്നൊരു സമിതിയാണ് ജനകീയ സമിതി. നമ്മൾ ഇന്ന് അറിയാം എത്രത്തോളം 2ാമത്തെ ദിവസമാണത്. കാരണം രാവിലെ 6:30 മണിക്ക് 6:30 തുടങ്ങുന്ന കലാപരിപാടികൾ ഇടവേളയില്ലാതെ രാത്രി 12 മണി വരെയുള്ള പരിപാടികളാണ് വരുന്നത്. ആ സമയത്ത് 6 മണി തൊട്ട് കൃത്യമായി ഇവിടെ കച്ചേരി നടക്കും. കാരണം 8:30 മണിക്ക് ദേവി വരും. ദേവി തിരിച്ചു പോയ ശേഷം ഉടൻ തന്നെ അവിടെ 2 സ്റ്റേജിലായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങൾ വരെ നടത്തിയെങ്കിൽ ഇക്കുറി 3ാമതൊരു സ്റ്റേജ് കൂടി നമ്മൾ ആർക്കും പാടാൻ പറഞ്ഞൊരു വേദി കൂടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പൂജപ്പുരയിൽ നിന്നും ദേവിയുടെ സന്നിധിയിൽ നിന്നും ജനകീയ സമിതി ഒരു ചെറിയ കുരുന്നുകളെ ഗായകനായിട്ടും ഗായിക വാർത്തെടുക്കുകയാണ്. ഒരു ജൂനിയർ ചിത്ര, അല്ലെങ്കിൽ ജൂനിയർ യേശുദാസ്, അല്ലെങ്കിൽ ജൂനിയർ ജയേന്ദ്രൻ, അങ്ങനെ പുതിയൊരു തലമുറയ്ക്ക് നമ്മൾ ഒരു തുടക്കം കുറിക്കുകയാണ്. ഇന്ന് തുടങ്ങി. അതുമാതിരി തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞാൽ 1300ഓളം കുട്ടികൾ വരുന്ന വിദ്യാരംഭം, അത് ഒക്ടോബർ 2-നാണ് വിദ്യാരംഭം കുറിക്കുന്നത്. ക്ഷേത്രതന്ത്രി ആദ്യം അവിടെ എഴുതി കഴിഞ്ഞാൽ ഉടൻ തന്നെ രാഷ്ട്രീയ, സാംസ്കാരിക, ഡോക്ടർമാരുണ്ട്, കവികളുണ്ട്, എല്ലാവരും വ്യത്യസ്തമായ ആംഗിളിലുള്ള ആൾക്കാരാണ് വിദ്യാരംഭം കുറിക്കുന്നത്. അതിനുശേഷം കാവടി രാവിലെ കുമാരസ്വാമി വന്നതിന് ശേഷം ഇവിടെ കയറിക്കഴിഞ്ഞാൽ കാവടി ഞങ്ങളൊരു ക്ഷേത്രം തിരിക്കും. കൃത്യം 1 മണിക്ക് തന്നെ ഇവിടെ കാവടിയുടെ അഭിഷേകം കഴിയും. ഗാർഡ് ഓഫ് ഓണർ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് 4:30 മണിക്ക് തന്നെ കുമാരസ്വാമി തിരിച്ചു പോയി. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നിങ്ങളാണ്, ഞങ്ങളുടെ ശക്തി. കാരണം ദൃശ്യമാധ്യമങ്ങളാണ്, നിങ്ങളാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആ വിഷയം അത് തന്നെയാണ്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഒരുപാട് പേരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം തന്നെ നിരവധി കുരുന്നുകൾ വിദ്യാരംഭത്തിലൂടെ, അതെ, നിരവധി ഭക്തരാണ് തിരുവനന്തപുരം
പൂജപ്പുരയിലെ സരസ്വതി മണ്ഡപത്തിലേക്ക് നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഭക്തിസാന്ദ്രമാണ് സരസ്വതി മണ്ഡപം. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദിനങ്ങളിൽ അവിടെ ദർശനത്തിനും എത്തുന്നത്.